ഓവറായിട്ട് കുടിച്ച് വാള് വയ്ക്കരുത്. കുറച്ച് വെച്ചേക്ക്. കുറച്ചുള്ളൂ. അവനവൻ്റെ ഒരു കോണവും ഒന്ന് അയച്ചു കളയടാ. നിനക്കങ്ങനെ പറയാം, നീയൊക്കെ ഈ മെഡിക്കൽ കോളേജിനുള്ള വാഗ്ദാനമാ. പക്ഷെ ഞാൻ എങ്ങനെയാണോടാ? പിന്നെ കേട്ടോടാ കള്ള ജിജോ. ഒന്ന് പോടാ. എന്ത് പ്രഹസനാടോ? കറക്റ്റല്ലേ? അല്ലല്ലോ. അപ്പോൾ ശരിയാക്കാം. കറക്റ്റ്. അല്ല, അത് കറക്റ്റ് അളവല്ലായിരുന്നു. കൊണ്ടാണല്ലോ ഒന്നുകൂടെ നോക്കിയത്. എടാ കണക്കായി തന്നെ ഇരിക്കട്ടെ. നീയേ കുറച്ച് കുടിച്ചാൽ മതി. എന്നാ നാറി. പോടാ. എടാ തെണ്ടി ജിജോ, എടാ നിന്നെ ഒന്നും കുടിച്ചോളത്തിൽ സൂചിക്കുന്ന നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. എടാ ഒരു ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ. നീ എന്നെ റമ്മടിക്കത്തില്ലല്ലോ. ഓഹോ, അതിനിടയ്ക്ക് ഇതുകൊണ്ടല്ലേ. അപ്പോൾ അടിയുടെ കാര്യമല്ലേ? അതല്ല, എടാ നാളെ അവളുടെ ബർത്ത്ഡേ ആരും അറിയാമോ? ഒരു കേക്ക് സെറ്റ് നേരം ഞാൻ പറഞ്ഞേ അണ്ണാ ഓർക്കണ്ടത്. എടാ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സജിയുടെ കടയില്, ബേക്കറിയില്. ഉണ്ടോ? സജി കൊറോണ പോസിറ്റീവാണ്. ഞാൻ അവന്റെ അടുത്ത് വന്നത്. അയ്യോ, നീ അവിടെ നിന്ന് സാധനം ഒന്നും കിട്ടുന്നില്ല, ചുമ്മാരി. കേക്കിനകത്ത് കുറച്ച് സാനിറ്റൈസർ കൊടുത്താലോ? കൊള്ളാല്ലേ? ഒന്ന് പോടേ. വേണ്ടല്ലേ? ഹലോ, സത്യം പറ, എന്തോ ഒരു സർപ്രൈസ് ഇല്ലേ? ഒന്നുമില്ല. നീ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാട്ടാ. എനിക്കറിയാം. നടക്കട്ടെ. വരില്ല, ഞാൻ വിളിക്കാം. ബൈ ഉമ്മ. ഉമ്മ പഠിച്ചേക്കാം. എടാ കൗട്ടപ്പട്ടി, എനിക്കൊന്നും അറിയണ്ടെന്ന്. എനിക്ക് അവളോട് പോയി കേക്ക് കുറിക്കാം. പിന്നെ പറയണ കേട്ടാത്തൊന്ന് ഏതാണ്ട് രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കാൻ പോകുന്നു. ഒരു ജനലിന്റെ അപ്പുറം മുറിക്കാനല്ലേ? മുറിപ്പിക്കാം. എനിക്ക് എവിടെന്നെങ്കിലും കേക്ക് സെറ്റ് ചെയ്ത് ഈ സമയത്തിന് ഒന്നും മിണ്ടാണ്ടിരിക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരു മിനിറ്റ്. അതിനെന്തിനാ അടിക്കണേ? എടാ എനിക്ക് ആലോചിക്കണമെങ്കിൽ 2 എണ്ണം അടിക്കണം. ആലോചിക്കുമ്പോ ശല്യപ്പെടുത്തരുതേ. എടാ ഞാനൊരു വഴി പറയാം. പറ. നമുക്ക് നമ്മുടെ വീരപ്പൻകുഞ്ഞിനെ നോക്കിയാലോ? പുള്ളിയാവുമ്പോ സാധനം കിട്ടുമെന്ന് ഉറപ്പാ. എടാ എന്തെങ്കിലും വഴി പറയാൻ വരുമ്പോ ഈ എണ്ണം കെട്ടന്മാരെ പരന്നിട്ട് വായിൽ വരുള്ളൂ. എടാ ഒന്ന് ഇങ്ങനെയുള്ള നിർണായക ഘട്ടത്തിൽ സഹായിക്കാൻ വീരപ്പൻകുഞ്ഞാ ബെസ്റ്റ്. എടാ നിനക്ക് നമ്മുടെ അംബുജാക്ഷന്റെ കാര്യം അറിയില്ലേ? എനിക്കറിയാനൊന്നും മാറില്ല. പുള്ളിയല്ലേ അംബുജാക്ഷന്റെ കൂടെ നിന്ന് അംബുജ സിമന്റ് വരെ മാറിയിക്കും. അത്ര കുറപ്പാ. പറഞ്ഞു കൊടുക്കണേ. എടാ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ബാക്കി എടുത്തോളാം. വീരപ്പൻകുഞ്ഞെങ്കിൽ വീരപ്പൻകുഞ്ഞ്. ഈ കാട്ടിക്കൂടെയൊക്കെ വന്നാൻ അവനെ സമ്മതിക്കണം. ഈ കുറ്റിക്കാട്ടിൽ മനുഷ്യനെ വിളിച്ചു വരുത്തിയുണ്ട്. വല്ല പാമ്പൊക്കെ ഉണ്ടാവുന്നു. ഇവിടെ തന്നെ വരാൻ പറഞ്ഞേ. എടാ നീ കിടന്ന് ചാവല്ലേ? നീ ഇങ്ങോട്ട് നടക്കാൻ നമുക്ക് നോക്കാന്നേ. പിന്നെ ചാവാണ്ട് സമയം 10:30. നീ ഒറ്റ കണ്ടക്കറൻ. പിന്നെ സജിക്ക് കൊറോണ കൊടുത്ത് ഞാനല്ലേ. അവന്റെ ഒരു വീരപ്പൻകുഞ്ഞ്. എങ്ങനെയാണ് അയാളുടെ മുഖത്ത് വീരപ്പൻകുഞ്ഞ്, കൊച്ചു, കോപ്പ് എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നത്? നീ അണ്ണാന്ന് വിളിച്ചാ മതി. അല്ല ഇത് മറ്റേ ഇതേടെ മാമന്റെ പറമ്പല്ലേ? ആ ഇവിടെ വരാൻ പറഞ്ഞ വല്ല കള്ളവാറ്റ കരിഞ്ഞെന്തൊക്കെ ആയിരിക്കും. അല്ലാണ്ട് എന്താവാനാ? ഗതികേട്. എന്റെ പിന്നെ വിളിക്കണ്ടല്ലോ. ആര്? ഇത് മറ്റേ ഹലോ. ഇനിയെങ്കിലും പറ, എന്തുട്ടാ സർപ്രൈസ്? എന്ത് സർപ്രൈസ്? ഞാൻ ചുമ്മാ നമ്മ മറ്റേ ജിജോ ഇല്ലേ, ആരോടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഏത് കൗട്ട് ജിജോയാ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അങ്ങനെയുള്ള വൃത്തിയേട്ടന്മാരോട് നടക്കരുതെന്ന്. ദേഷ്യപ്പെട്ടില്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. എനിക്കിങ്ങനെ ഉണ്ടാവില്ല. സോറി. നീയാണ് സത്യം. സോറി. പോരെ? ശരി. എടി ഞാനല്ലോ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. ബൈ ഉമ്മ. എന്താണ് ഒരു മാപ്പുറച്ചിലൊക്കെ? മറ്റേ വീരപ്പൻകുഞ്ഞില്ലേ, പുള്ളിയോടെ നടക്കണ്ടെന്ന് പറഞ്ഞ പുള്ളിയാട് ശരിയല്ല. അത് നീ പറഞ്ഞ വളരെ കറക്റ്റാ. എല്ലാവർക്കും നമ്മളെ പോലെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വാ നോക്കാം. പാമ്പൊന്നും മര്യാദക്ക് പേടിച്ചു പോയല്ലണ്ണ. നീ ഒറ്റയ്ക്ക് വരുമെന്നല്ലടാ പറഞ്ഞേ. ഇവനാടാ ഇവനാ പഴയ ചൊറിയൻ ബാബുവിന്റെ മരുമോനല്ലേ? നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? പഴയ കണക്കോലം തീർക്കാനാണോ? അല്ല അതിനൊന്നല്ല. ഞാൻ കേക്ക് അവനാ. കേക്ക് ഇവനാ കേക്ക്? ഇവനെന്തിനാ ഈ പാതിരാത്രി കേക്ക്? അത് പിന്നെ അണ്ണ ഞാൻ പറയാം. അണ്ണ എവന്റെ ഒരു അമ്മമ്മ സുഖമല്ലാണ്ട് കിടപ്പില്ല. ഇപ്പൊ ചാവ് എന്ന് പറഞ്ഞ വീട്ടില്. അപ്പൊ പുള്ളിക്കാരിക്ക് അവസാന കാലഘട്ടത്തില് ഈ റെഡ് വെൽവെറ്റിന്റെ കേക്ക് തിന്നൊരു കൊതി. അപ്പൊ അതുകൊണ്ട് അണ്ണനോടൊന്ന് പറഞ്ഞ് റെഡിയാക്കാൻ വേണ്ടിട്ട് വയസ്സായില്ലേ. എന്നിട്ട് ഇവന്റെ മുഖത്തൊരു സങ്കടമില്ലല്ലോ. അത് പിന്നെ ഈ സങ്കടവും ഈ സ്വത്തൊക്കെ കിട്ടാൻ പോണ സന്തോഷത്തോടെ കൂടിയിട്ടേ ബാലൻസ് ആയി പോയതാ. അല്ലേലും ആ കളവേ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. കാരണം ഈ ബാബുവായിട്ട് ഞാൻ പണ്ടൊരു ചെറിയ കളിപ്പുണ്ടായപ്പോഴേ ആ വരാന്തേന്ന് ഒറ്റയേറ ഒരു മൊന്തെടുത്ത് ആ കിളവി കറക്റ്റ് എന്റെ എവിടെയാ കൊണ്ടത്. അന്ന് പിടച്ച ഞാനപ്പാ മാറിയില്ല. അത് മാറിക്കോളൂ. അത് കുഴപ്പമില്ല.
ആ കിളവയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാന കേക്കല്ലേ ഞാൻ സ്പോൺസർ അത് ചെയ്യാം മതി അത് മതി. ആദ്യം ഇവിടുത്തെ പരിപാടി ആയിട്ട് വാ വാടകയെ നോക്കിക്കാതെ വാ വാ ഇവിടെ എന്ത് പരിപാടി പോവാം. കുടിക്കുമ്പോ നല്ല കൂതർ റമ്മും ബ്രാൻഡി ഒന്നും കുടിക്കരുത് നല്ല നാടൻ കള്ളു കുടിക്കണം അതാണ് സ്റ്റൈല് കുടിക്കണേ ഷാപ്പിൽ പോയി കുടിച്ചൂടെ ഇത് ഇവിടെ ഒന്ന് കുടിക്കണം എന്തിനാ ഷാപ്പിൽ പോയി കുടിച്ചാ നിന്റെ അപ്പം കൊടുക്കടാ കാശ് ഏ? എടാ എന്റെ മാമന്റെ പറമ്പിൽ നിന്ന് കട്ട് കുടിക്കാൻ എനിക്ക് ആർക്ക് പൈസ കൊടുക്കണോടാ എന്റെ പൊന്നാണ് ആ കേക്കിന്റെ ആരും സെറ്റാക്കി നിങ്ങൾ എന്ത് വേണേലും കാണിക്കും. നീ കേട്ടോ ആ കൊട അവിടെ വെച്ചേ കേട്ടോ അതൊക്കെ അവിടെ വെച്ചോളൂ. അപ്പൊ കേക്കാണ് വിഷയം ആ കേക്കാണ് വിഷയം അമ്മമ്മയുടെ വാ എന്താണ് വാ അല്ലേ? ഓ മാമനായിരുന്നു ഞാൻ വിചാരിച്ച കാട്ടുപന്നിയായിരിക്കും മാമനെന്താ ഇവിടെ നാറി സ്വന്തം കുടുംബത്തിൽ നിന്ന് കട്ടുമുടിക്കാൻ നാണം ഉണ്ടോടാ പട്ടി നിനക്ക് ആവശ്യത്തിന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോടാ അത് പോരെ അത് മാമ വീട്ടിൽ ഇരുന്ന കള്ള് കട്ടടിച്ചാലല്ലേ കള്ളൻ എന്നുള്ള പേര് വരുള്ളൂ ഇതിപ്പോ പറമ്പിൽ നിന്ന് തന്നെ കട്ടിറക്കുന്ന കുടിക്കുമ്പോ കുഴപ്പമില്ലല്ലോ എന്നാ ഞാൻ അങ്ങോട്ട് നീ എങ്ങോട്ട് പോണ് നീ എങ്ങോട്ടും പോണില്ല കട്ട കള്ള് ഒരു തുള്ളി ബാക്കി വെക്കാതെ കുടിച്ചിട്ട് പോയാ മതി ഇവിടുന്ന് അയ്യോ മാമ ഈ കള്ള് മൊത്തം കുടിച്ചാൽ ഞാൻ സൈഡായി പോകും ഇവരെ പരിപാടിയൊന്നും നടക്കൂല ഞാൻ കുടിക്കടാ കുടിക്കാൻ പറയടാ. കുടിക്കാം വെടിവെക്കില്ല മാമ നിന്നോടൊക്കെ പ്രത്യേകം പറയണോ കുടിക്കടാ കുടിച്ചോ അല്ലെങ്കിൽ വെടിവെക്കും കുടിക്കട്ടെ മേല 3 എണ്ണത്തിന് ഈ പറമ്പിൽ കണ്ടുപോരുത് ഓക്കെ ഒരു ഉണ്ട വേസ്റ്റ് അല്ല തലി കൊന്നേ മോമൻ കേക്ക് ഇതെത്രയാടാ അത് അവനോട് നീ പറ 3 അപ്പൊ 6 അല്ലേ കേക്കിന്റെ ഡോണ്ട് വറി ബോയ്സ് 3 12 ആയി കണ്ടപ്പം വരെ 12 വരെ അടിച്ചിട്ടവനാണ് ഈ വീരപ്പങ്കുഞ്ഞ അതുകൊണ്ട് കേക്കൊക്കെ ഞാൻ റെഡി ആക്കി തരും Let's go. മരം വീണ് കേക്കിന്റെ കാര്യത്തിൽ ഫോൺ ബില്ലടിക്കുന്നു. ഇതോടെ ഇത് ഹരം. ഹലോ സത്യം പറ എനിക്കുള്ള സർപ്രൈസ് റെഡ് വെൽവെറ്റ് കേക്കല്ലേ? ഒന്ന് വെച്ചിട്ട് പോയി മനുഷ്യരുടെ തലക്ക് തീർച്ച നമ്മുടെ റെഡ് വെൽവെറ്റ് പറയണേ കേക്ക് കിട്ടുമോ കേക്ക് തരും എന്റെ അമ്മമ്മയുടെ കേക്ക് വാ ചില്ലിന്റെ അണ്ണനാ എന്തണ്ണാ ഇന്ന് നല്ല ഫോമിലാണല്ലോ നീ പരിപാടിയില്ലായിരുന്നു ചെറിയ ഒരു പരിപാടിയില്ല എന്താടാ കേക്കിന്റെ അകത്ത് കോഴി കൊത്തൂറിനൊക്കെ വരച്ചു വെച്ചിരുന്നത് കോഴി കൊത്തുകൂടണതാ ലവ് ബേർഡ്സ് ഉമ്മ വെക്കണതാണിത് ലവ് ബേർഡ്സ് കേക്കിന്റെ കേക്കല്ലേ നീ പറ കേക്കിന്റെ കാര്യം ചോദിക്കേ കേക്ക് മോനെ ഓ പറയണ എനിക്കൊരു കേക്ക് വേണമായിരുന്നടാ ഷോ ഇത് ലാസ്റ്റ് പീസാണല്ലോ വേറെ പീസ് കൂടി ഇരിപ്പില്ല ഷോ അപ്പൊ നീ ഇതെനിക്കിതാ അണ്ണ ചുമ്മാ കളിക്കാതെ പോവണ്ണ രാത്രി വെറുതെ പണി കൊണ്ടുവെക്കാനായിട്ട് അപ്പൊ നീ എനിക്ക് കോഴിയെ തരില്ല അല്ലേ നിങ്ങളോടെല്ലാം കോഴിയെ പറഞ്ഞത് കേക്ക് കേക്ക് തരില്ലല്ലേടാ ആ അപ്പൊ ഈ എഴുത്താ ഏതെഴുത് ഇതാടാ ഈ മനുമിനിയും ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ കേക്ക് അണ്ണ കൗട്ടെ ഈ വെടിക്കോപ്പ് എന്തിനാടാ ഇവന്റെ അമ്മമ്മ ഒരിക്കുമ്പോ തള്ളേരെ വായിക്കാത്തിട്ട് വെടി വെക്കാനാണോ എത്തിയാ വീഴരുത്. ഇറങ്ങേ
എന്നാ പിന്നെ ഇടത് കാലം അല്ലെങ്കിൽ വലത് കാലം അല്ലെങ്കിൽ ഇടത് കാലം വെച്ച് തുടങ്ങാം. ഏതാടാ വീട്? നിന്റെ അമ്മൂമ്മയുടെ വീട് ഇതല്ലല്ലോ, ഇത് നിന്റെ ബാബുവാന്റെ വീടല്ലടാ. ബാബുമാമന്റെ വീട് അവിടെ പൊളിക്കാണല്ലോ, അതുകൊണ്ട് അമ്മമ്മ ഇവിടെ വന്നു. അപ്പൊ നിന്റെ അമ്മമ്മ ഇവിടെ ഓ അങ്ങനെ ഇല്ലെങ്കിൽ നീ കള്ളം പറയാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് ഈ കയറ്റി ചവിട്ടി തുറക്കാം. ഞങ്ങൾ പോക്കോളാം. ഇവിടെ നിന്നാ മതിയോ? നിക്ക് വീട്ടിൽ പോയാലും ചമഞ്ഞു പോണം. എന്താടാ കാണിക്കുന്നത്? ഇങ്ങനെ മതിലാണ് അവൻ ചത്താ. കേറ് ഞാൻ ചാടട്ടെ വേണ്ടേ? ഓ എല്ലാം കഴിഞ്ഞപ്പോ നമ്മള് കറി വേപ്പല നമ്മളെ വേണ്ട. അപ്പൊ നമ്മള് പഴയ മുറിയതറാ അതിന് ഞാൻ നോക്കണത്. അപ്പൊ നിനക്കറിയാൻ പാടില്ലേ? അത് വടക്കാണ് തോന്നാ. എടാ സൂര്യൻ ഉദിക്കുന്നതാണ് വടക്ക് കിഴക്ക്. പിന്നെ സൂര്യൻ ഉദിക്കാൻ നോക്കിക്കാൻ പറ്റുന്ന പിന്നെ എനിക്ക് 12 മണിക്ക് കേക്ക് കുറിക്കണം. ഒരു മിനിറ്റ് നീ ഇത് തൊട്ടെ. ഇതൊക്കെ എന്ത് അത് ഓക്കെ മൂവ്. ആ കാണുന്നതാണ് വടക്ക് കിഴക്ക്. ചെട്ടിക്കൂട്ടില് എന്താണ് കല്യാണത്തിനും പെണ്ണ് കാണാനല്ലേ പോകുന്നത്? പമ്മി 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 നമുക്കിപ്പോ വേറെയും പാമ്പുകളുണ്ടാവും. ഓ ഞാനായിരുന്നു ആരടാ പെണ്ണിന്ന് കുത്തുന്നേ? അവന്മാരെ പി പി അല്ലേ? ശോ മറന്നുപോയി പാവങ്ങള്. നമ്മളൊരു കാര്യമായിട്ട് അത് തിരിച്ച് കൊടുക്കണം. അത് അങ്ങനെയാണത്. മൊന്നെ നീ ആദ്യം മിണ്ടാതോ. പൂജനെ ഇഷ്ടമല്ല. മോനെ നിന്റെ അമ്മമ്മ ഒരിക്കാൻ പൂത്തുള്ള പി പി എന്തുവാ പേടിച്ചു പോലെണ്ണ? എടാ ശബ്ദം ഉണ്ടാക്കാതെ വന്നാലേ ആൾക്കാരെ ഉണർത്താതിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ കേട്ടിട്ട് തുറന്നു വന്നേ. വാ നമുക്ക് അമ്മമ്മ കാണാം. അല്ല നമുക്ക് അമ്മമ്മയെ കണ്ടിട്ട് കേക്ക് അവരെ വായിക്കാത്ത കുത്തിക്കേട്ടണ്ടേ? ശരിയല്ല മറ്റേ മന്ദ വിഷയം. കേട്ട് കിളവി എന്നെ കണ്ട് എണീക്കും മൊന്ത എടുത്തെറിയും. വേണ്ട അവര് ചാവട്ടെ, നിങ്ങൾ കൊണ്ടുവിടും അവരെ. സഞ്ചയനത്തിന് ഞാൻ വേറെ കേക്ക് പോയിട്ട് ഇവിടെയാണോ? ഇതായിരിക്കും അങ്ങോട്ട് വിട്ടു വാതിലിനോട്ട്. വാതലോ ജനലെ വരും. ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ്. പെട്ടു. അടിക്കണ പിള്ളേരെ. എന്നാലും റോക്കറ്റ് സ്വന്തം വീട്ടുകാരോലും മറന്ന മാമന്റെ പിറന്നാള് നീ ഓർത്തു വെച്ചല്ലോടാ. മാമന്റെ പിറന്നാളിന് നീ കേക്കുമായിട്ട് വരുന്നു മാമൻ വിചാരിച്ചില്ല. വേറൊരു തെണ്ടി മാമനെ സ്നേഹിച്ചു. മുറിക്കടാ മര്യാദക്ക് അത് ഞാൻ ത്രികോണം പോലെ. ആ അത് കത്തി കേക്ക് എന്റെ ഞാൻ തരാം. നീ അവക്കും കൂടെ ഒരു പീസ് കേക്ക് കൊടുക്ക്. എന്നാ അവളുടെയും ബർത്ത്ഡേ ആടാ. മാമ്പറോട് മാത്രം നീ ധൈര്യമായിട്ട് കൊടുക്കടാ. മാമ്പറോട് മാത്രം. ഓക്കേടാ. ഓക്കെ മാമ.
ഹാപ്പി ബർത്ത്ഡേ മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആ ചൊറിയം ബാബു സ്വന്തം തള്ള ചാകം കിടക്കുമ്പോ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നോടാ ഉളുപ്പില്ലാത്ത പട്ടി. ഥു. പിന്നെ നല്ല സാധനം സാധനം ബാ. എടാ നീ ആ കിളവിയെ കൊടുത്തു മയക്കി അവരെ സ്വത്തും വാങ്ങിച്ചെടുത്ത് ഈ കിളവന്റെ മോളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പോലുള്ള തനിക്ക് അങ്ങനെ തന്നെ വേണോടാ. നീ ഞാൻ ഒരു ഉമ്മ മുന്നേ എന്താ മുന്നേ ഉമ്മ